ഈ വീഡിയോയിൽ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് മൈനസ് വൈ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ, എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു ഓർഡേറ്റ് പെയർ 1, 1, L ഈക്വൽ ടു 2 ആൻഡ് എപ്സിലോൺ ഈക്വൽ ടു 0.01. ഫൈൻഡ് ഡെൽറ്റ സച്ച് ദാറ്റ് 0 less than root of x minus x naught square plus y minus y naught square less than delta implies modulus of f of x y minus L less than epsilon. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡെൽറ്റയാണ്. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ 0 less than root of x minus x naught square plus y minus y naught square less than delta മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എൽ എന്നുള്ളത് ഇവിടെ 2 ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് 2 ലെസ് ദാൻ 0.01. സോ അങ്ങനെയുള്ളൊരു ഡെൽറ്റ കണ്ടുപിടിക്കാനാണ് ഇവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് മൈനസ് വൈ. എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ്, അതായത് എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ അതുകൊണ്ടാണ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് തന്നിട്ടുള്ളത്. ഇവിടെ എക്സ് നോട്ട് എന്നുള്ളത് 1ഉം വൈ നോട്ടും 1 തന്നെയാണ്. ഗിവൺ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡെൽറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ 0 ലെസ് ദാൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് 2 എന്നുള്ളത് ലെസ് ദാൻ 0.01 ആയിരിക്കണം. അങ്ങനെ ഒരു ഡെൽറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു വൈ, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എൽ എന്നുള്ളത് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് മൈനസ് വൈ മൈനസ് 2. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് വൈ മൈനസ് 2. എക്സ് മൈനസ് വൈ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് വൈ മൈനസ് 1. സോ നമുക്കിപ്പോൾ കിട്ടി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എൽ എന്നുള്ളത് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് y minus 1. Hence modulus of f of xy minus L less than epsilon, that is modulus of f of xy minus 2 less than 0.01 if modulus of x minus 1 plus y minus 1 less than 0.01. Therefore root of x minus 1 square plus y minus 1 square less than 0.005 എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും modulus of x minus 1 less than 0.005 and modulus of y minus 1 less than 0.005. നമ്മൾ ഓൾറെഡി ലിമിറ്റിൻ്റെ ഡെഫിനിഷന് ശേഷമുള്ള റിമാർക്കിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ എവർ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് മോഡുലസ് ഓഫ് വൈ മൈനസ് വൈ നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടിയത്. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് വൈ മൈനസ് 1 എന്നുള്ളതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് 1, അത് ട്രയാംഗിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്താൽ കിട്ടും വിച്ച് ഈസ് ലെസ് ദാൻ 0.005 പ്ലസ് 0.005. കാരണം മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 0.005 ആൻഡ് മോഡുലസ് ഓഫ് വൈ മൈനസ് 1 ലെസ് ദാൻ 0.005 വിച്ച് ഈസ് ഈക്വൽ ടു 0.01. So modulus of x minus 1 plus y minus 1 less than 0.01 whenever root of x minus 1 square plus y minus 1 square less than 0.005. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് 2 ലെസ് ദാൻ 0.01 ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് വൈ മൈനസ് 1 ലെസ് ദാൻ 0.01. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് വൈ മൈനസ് 1 ലെസ് ദാൻ 0.01 whenever root of x minus 1 square plus y minus 1 square less than 0.005. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും whenever delta equal to 0.005 we get 0 less than root of x minus 1 square plus y minus 1 square less than delta implies modulus of f of xy minus 2 less than 0.01. Then next question, evaluate the limit xy tends to 1, 1 3x square minus y square plus 5 divided by x square plus y square plus 2. ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് 0 അല്ലാത്തത് കൊണ്ട് നമുക്ക് കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1, 1 3x square minus y square plus 5 divided by x square plus y square plus 2
equal to limit xy tends to 1 1 3x square minus y square plus 5 divided by limit xy tends to 1 1 x square plus y square plus 2, which is equal to 3 into 1 square minus 1 square plus 5 divided by 1 square plus 1 square plus 2, which is equal to 7 by 4. Then next question, evaluate the limit xy tends to 0 0 e raised to x into sin x by x. ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിമിറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. സോ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 ഇ റേസ് ടു എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 സൈൻ എക്സ് ബൈ എക്സ്. രണ്ട് ഫംഗ്ഷനും ഫങ്ഷൻസ് ഓഫ് എക്സ് എലോൺ ആണ്. സോ വൈയുടെ ആവശ്യമില്ല. സോ ഇത് രണ്ട് ലിമിറ്റിനെ നമുക്കിതുപോലെ മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ളത് 1 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് എന്നുള്ളതും 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, evaluate the limit xy tends to 4 3 x not equal to y plus 1 root x minus root of y plus 1 divided by x minus y minus 1. ഇവിടെ x not equal to y plus 1 എന്ന് തന്നിട്ടുണ്ട്. x equal to y plus 1 ആയിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരും, ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാണ്ട് വരും. അതുകൊണ്ടാണ് അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. സോ ആദ്യം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൈ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 4 3 റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ പ്ലസ് 1. ഇവിടെ ന്യൂമറേറ്റർ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ്. So which is equal to root x square minus root y plus 1 square. So that is x minus y plus 1. So the limit equal to limit xy tends to 4 3 x minus y plus 1 divided by x minus y minus 1 into root x plus root y plus 1. അത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടും ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 4 3 1 by root x plus root y plus 1. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 1 by root 4 plus root of 3 plus 1, that is 1 by 2 plus 2, which is equal to 1 by 4. Then next problem, evaluate the limit xy tends to 0 0 x not equal to y x minus y plus 2 root x minus 2 root y divided by root x minus root y. ഇവിടെ x ഈക്വൽ ടു y ആയിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പോയിൻറ്റ്സിനെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇവിടെയും കോഷ്യൻ റൂൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. സോ ഫംഗ്ഷനെ ആദ്യം രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദി ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് മൈനസ് വൈ ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ. ദെൻ എക്സ് മൈനസ് വൈ എന്നുള്ളതിനെ നമുക്ക് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ എന്ന് എഴുതാം. സോ ദി ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ പ്ലസ് 2. അവിടെ റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 2 എന്ന് കിട്ടും. ദെൻ റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടും ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ പ്ലസ് 2. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. സോ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് മൈനസ് വൈ പ്ലസ് 2 റൂട്ട് എക്സ് മൈനസ് 2 റൂട്ട് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ ഈക്വൽ ടു 2. Then some homework questions. Let f of x y equal to x square plus y square, x naught y naught equal to 0, 0 and epsilon equal to 0.01. Either show that there exists a delta greater than 0 such that for all x y 0 less than root of x minus x naught square plus y minus y naught square less than delta implies modulus of f of x y minus f of 0 0 less than epsilon. Or show that there exists a delta greater than 0 such that for all x y mod x less than delta and mod y less than delta implies
മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് 00 ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ എല്ലിന് പകരം എഫ് ഓഫ് 00 ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് 00 എന്നുള്ളത് 0 എന്ന് കിട്ടും. സോ എൽ എന്നുള്ളത് 0 ആണ്. നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ 2 ഈക്വലൻ്റ് കണ്ടീഷൻസ് പറഞ്ഞു. ആ 2 കണ്ടീഷൻസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും, അതായത് ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 00 cos of x square plus y cube by x plus y plus 1. Second one, limit xy tends to 00 root of x square plus y square minus 1. Third one, limit xy tends to 1 1 x not equal to 1 xy minus y minus 2x plus 2 divided by x minus 1. Fourth one, limit xy tends to 2 2 x plus y not equal to 4 x plus y minus 4 divided by root of x plus y minus 2.